എന്നാലും എന്റെ ഓമനക്കുട്ടാ, ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷം കെട്ടി സ്കൂളിൽ പോയി നാണം ആവണില്ല നിനക്ക്? ആരും തെറ്റിയിരിക്കണ്ട, ഞാൻ ഇപ്പൊ സ്കൂളിലേക്കല്ല പോകുന്നത്. ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞില്ലേ എനിക്ക് 3 days ട്രെയിനിങ്ങുള്ള കാര്യം. അപ്പൊ അതിന് പോകാൻ വേണ്ടിയാണ് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഡ്യൂട്ടിക്ക് പോണ പോലെ തന്നെ ട്രെയിനിങ്സിനും ഗ്രൂമിംഗ് എത്ര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ എനിക്കത് പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ. അതെ സത്യം. അങ്ങനെ റെഡി ആയിട്ട് ഇനി നേരെ ട്രെയിനിങ് സെന്ററിൽ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ട്രെയിനിങ് സെന്റർ. സൗത്ത് ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഏവിയേഷൻ ട്രെയിനിങ് അക്കാദമി ആണ് കേട്ടോ എയർ ഇന്ത്യയുടെ. ഇവിടെ നിന്നാണ് കേട്ടോ ഓരോ എയർ ഇന്ത്യ എംപ്ലോയീസിനും അവർ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ക്ലാസ്സിൽ കയറി ക്ലാസ് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരാൻ തുടങ്ങി. അങ്ങനെ നേരെ കഫ്റ്റേരിയയിൽ പോയിട്ട് ഒരു കോഫി എടുത്ത് കുടിച്ചു. നമ്മൾ എന്തിനാ ഇവിടെ വന്നെന്ന് ഓർമ്മയുണ്ടല്ലോ. ചായ കുടിക്കാൻ അതല്ല ചായ കുടിക്കണ്ടേ? എന്നാ പിന്നെ കുറച്ച് നേരം ക്ലാസ് കേട്ടിരിക്കാം അല്ലേ. അങ്ങനെ 1 മണിയായിരിക്കും ലഞ്ച് ബ്രേക്ക് ആയി. വിശന്നിട്ട് വയ്യ. വിശപ്പാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ 747 ഒരു മോഡൽ ഇവിടെ ക്യൂൻ ഓഫ് സ്കൈ എന്നാണ് കേട്ടോ വിശേഷിക്കപ്പെടാറ്. പിന്നെ വീണ്ടും ക്ലാസ്സിൽ കയറി. ആഫ്റ്റർനൂൺ സെഷന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഞാൻ ഒരു വിധത്തിലാണ് ഉറങ്ങാണ്ട് പിടിച്ചിരുന്നത്. ഒട്ടും പറ്റാതായപ്പോ പിന്നെ ഒന്നും നോക്കില്ല, വീണ്ടും ഒരു കോഫി എടുത്ത് കുടിച്ചു. അങ്ങനെ കറക്റ്റ് 4 മണിയാകുമ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞു. ഇനി എന്താ നേരെ റൂമിൽ ചെല്ല കിടന്നുറങ്ങാം. അപ്പൊ ഇന്നേക്ക് ഇത്രയ്ക്കുള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.